Welcome to today's class of Mathematical Logic, Lecture 11. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രെഡിക്കേറ്റ്സ്, ക്വാണ്ടിഫയേഴ്സ്, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ, പ്രെഡിക്കേറ്റ്സിൻ്റെ ഡെഫിനിഷൻ, എക്സാമ്പിൾസ്, ക്വാണ്ടിഫയേഴ്സ് അതിൻ്റെ ഡെഫിനിഷൻ, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ, യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞാൽ ഫോർ എവറി എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ്. ഇനി ഇത് യൂസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ഓക്കെ, ഇനി ഇന്ന് ചെയ്യാൻ പോകുന്നത് സം ലോസ് ഓഫ് ഡിമോർഗൻസ് ലോ യൂസ് ചെയ്തിട്ട് ഒരു ലോ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വൺ ഇസ് ലോ 1 ഡിമോർഗൻസ് ലോ ഫോർ ക്വാണ്ടിഫയേഴ്സ്. ഡിമോർഗൻസ് ലോ for quantifiers. എന്താണ് ഡിമോർഗൻസ് ലോ? ഡിമോർഗൻസ് ലോ says that negation of for every x p of x is logically equivalent to there exists x negation p of x. There exists x negation p of x. Negation of for every x p of x is equivalent to there exists x negation of p of x. Okay, ഇതാണ് നമ്മുടെ ഡിമോർഗൻസ് ലോ ഫോർ ക്വാണ്ടിഫയറിലെ ഫസ്റ്റ് ലോ. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും നോക്കുക. പ്രൂഫ് 1, പ്രൂഫ് let p of x be any proposition, let p of x be any propositional function, പിന്നെ എന്ത് ചെയ്യും? let assume that first assume ചെയ്യലേതാ negation of for every x p of x true ആണെന്ന് assume ചെയ്യും. ഓക്കെ, പ്രൂഫിന്റെ മെത്തേഡ് ഇങ്ങനെയാണ്. ട്രൂ ആണെന്ന് assume ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ റൈറ്റ് സൈഡ് ട്രൂ ആണ് റൈറ്റ് സൈഡിലേക്ക് എത്തിച്ചേരും. ഇതും ട്രൂ ആണെന്ന് പറയും. ഇനി തിരിച്ച് കോൺവേഴ്സും അതേപോലെ തന്നെ ഇത് അസ്യൂം ചെയ്യും, ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും, എന്നിട്ട് ഇത് പ്രൂവ് ചെയ്യും. സോ നെഗേഷൻ ഫോർ എവറി എക്സ് പി ഓഫ് എക്സ് ഇസ് ട്രൂ ആണെന്ന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടും? നെഗേഷൻ ട്രൂ ആണെങ്കിൽ ഫോർ എവറി എക്സ് പി ഓഫ് എക്സ് ഈസ് ഫോൾസ് ആണെന്ന് കിട്ടിയല്ലോ. ഓക്കെ, ഇത് ഫോൾസ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ഇത് എല്ലാ എക്സിനും പി ഓഫ് എക്സ് സാറ്റിസ്ഫൈഡ് ആവുന്നുള്ളത് ഫോൾസ് ആണെന്ന് കിട്ടിയേ. അപ്പൊ ഏതെങ്കിലും ഒന്നിനെങ്കിലും മാത്രമേ ശരിയാവുള്ളൂ, എല്ലാ എക്സിനും ഇത് ട്രൂ ആവില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ there exists an element A in the universe of discourse such that p of a is false ആവുന്ന ഒന്നെങ്കിലും നമ്മൾക്ക് ഇവിടെ ശരിയായി ഇവിടെ ഫോൾസ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷണൽ ഫംഗ്ഷൻ എങ്കിലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ പി ഓഫ് എ ഫോൾസ് ആണെങ്കിൽ ഇംപ്ലൈസ് പി ഓഫ് എ ഫോൾസ് ആണെന്ന് കിട്ടി. അപ്പൊ നെഗേഷൻ പി ഓഫ് എ എന്താണെന്ന് കിട്ടി? ദാറ്റ് ഇസ് ട്രൂ ആണെന്ന് കിട്ടി. നെഗേഷൻ പി ഓഫ് എ ഇസ് ട്രൂ ആണെന്ന് കിട്ടി. ഇനി നെഗേഷൻ പി ഓഫ് എ ട്രൂ ആണെന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾക്ക് എന്ത് ചെയ്ത് ഇവിടുന്ന് പറയാൻ പറ്റും? ഒരു എക്ക് കറസ്പോണ്ടിങ് നെഗേഷൻ പി ഓഫ് എ ട്രൂ ആണെന്ന് കിട്ടി. അപ്പോൾ ദിസ് മീൻസ് there exists an element A in universe of discourse such that negation p of a is, ഇതിനെ നേരത്തെ എഴുതിയതിനെ ഒന്ന് മാറ്റി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നെഗേഷൻ പി ഓഫ് എ ട്രൂ ആണ്, അതായത് ഒരു എക്ക് കറസ്പോണ്ടിങ് നെഗേഷൻ പി ഓഫ് എ ട്രൂ ആണ്. അതിന്റെ അർത്ഥം there exists an element A in universe of discourse such that negation p of a is true. So right hand side കിട്ടി. right hand side is given by there exists, which implies there exists x negation p of x is true. Negation p of x is true.
സോ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾക്ക് കിട്ടി. ദാറ്റ് ഇസ് ട്രൂ. ഇനി തിരിച്ച് കോൺവേഴ്സ്ലി നമ്മൾക്ക് അസ്യൂം ചെയ്യണം. ദാറ്റ് ഇസ് കോൺവേഴ്സ്ലി എന്ത് അസ്യൂം ചെയ്യണം? കോൺവേഴ്സ്ലി there exists x negation p of x is true ആണെന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യും? to prove that negation for every x p of x is true. p of x is true. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മൾക്ക് if and only if എന്നുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് പറയാം? p if and only if q ആണെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ പറയണം? p implies q and q implies p. ഇത് രണ്ടും കൂടി പ്രൂവ് ചെയ്താൽ മാത്രമേ p if and only if q എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ p എന്നുള്ളത് അസ്യൂം ചെയ്ത് q ആണെന്ന് പ്രൂവ് ചെയ്തു. പിന്നെ ഇതും കൂടി പ്രൂവ് ചെയ്യണം. q അസ്യൂം ചെയ്തിട്ട് q ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത p ട്രൂ ആണെന്ന് കിട്ടണം. അപ്പോൾ q implies p implies q ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? p if and only if q എന്ന് പറയുന്നത് പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. സോ കോൺവേഴ്സ്ലി എന്ത് അസ്യൂം ചെയ്തു? there exists negation p of x is true ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? there exists an element in the domain. There exists an element A in universe of discourse such that negation p of a എന്തായി കിട്ടും? that is true. negation p of a true ആണെങ്കിൽ p of a എന്തായി മാറും? p of a is false ആയി മാറും. p of a is false ആണ്. അപ്പൊ എന്ത് പറയാൻ പറ്റും? ഒരു എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് p of a false ആണെന്ന് കിട്ടി. അപ്പൊ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ഒരു എക്ക് കറസ്പോണ്ടിങ്ങിലും ഇവിടെ p of x ട്രൂ ആയിട്ട് വരുന്നില്ല. ദാറ്റ് മീൻസ് ഫോർ എവറി എക്സ് p of x എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഇത് കംപ്ലീറ്റ് എല്ലാ എക്സിനും p of x ട്രൂ അല്ല. ഒരു എക്ക് കറസ്പോണ്ടിങ് p of a എന്തായിട്ട് കിട്ടുന്നത്? ഫോൾസ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഫോർ എവറി എക്സ് p of x എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്തായിട്ട് കിട്ടും? നമ്മൾക്ക് ഫോൾസ് ആയിട്ട് കിട്ടും. ഒരു എക്ക് കറസ്പോണ്ടിങ് എങ്കിലും p of a എന്താണ്? ഫോൾസ് ആണ്. അപ്പോൾ ഫോർ എവറി എക്സ് p of x എന്ന് പറയുന്നത് കമ്പൈൻ ചെയ്തെടുക്കുമ്പോൾ ദാറ്റ് ഇസ് ഫോൾസ് ആയിട്ട് വരും. അപ്പോൾ അതിന്റെ നെഗേഷൻ എടുത്താൽ എന്ത് വരും? നെഗേഷൻ ഓഫ് ഫോർ എവറി എക്സ് p of x എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ദാറ്റ് ഇസ് ട്രൂ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കോൺവേഴ്സ്ലി പ്രൂവ് ചെയ്യുന്നത്. സോ നമ്മൾക്ക് ഏതൊക്കെയായി? p implies q എന്നുള്ളത് ഫസ്റ്റ് പ്രൂവ് ചെയ്തു. ആൻഡ് q implies p എന്നുള്ളതും പ്രൂവ് ചെയ്തു. നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? p if and only if q. ഈ രീതിയിലാണ് if and only if വന്നു കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ലോ 2 ആണെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ ചെയ്യും? ലോ 2 ആണെങ്കിൽ law 2 statement is given by negation of there exists p of x equivalent to for every x negation p of x. Negation of there exists p of x is equivalent to for every x negation p of x. ഇതേപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റഫായിട്ടൊന്ന് പറയാം. ഇതേപോലെ തന്നെ പോവുകയാണെങ്കിൽ ഏത് രീതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റും? ദാറ്റ് ഇസ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? അസ്യൂം ദാറ്റ് നെഗേഷൻ there exists p of x is true ആണെന്ന് അസ്യൂം ചെയ്യും. ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. അസ്യൂം ദാറ്റ് negation of there exists p of x is true, which implies negation true ആണെങ്കിൽ there exists p of x എന്ന് പറയുന്നത് എന്തായിട്ട് വരും? that is false ആയിട്ട് വരും. negation of there exists p of x എന്ന് പറയുന്നത് false ആയിട്ട് വരും. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു എക്സും സച്ച് ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 എക്സിന് കറസ്പോണ്ടിങ് p of x ഇവിടെ എന്താണ്? ഇത് ഫാൾസ് ആണ്.
ഇങ്ങനെ ഒരു ഈ there exist x p of x false ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there exist at least one x such that p of x is ഇതെന്ന് പറയുന്നത് false ആണെന്നാണ് കിട്ടുന്നത്. ഇത് ശരിയാവില്ല ഒരിക്കലും. അപ്പൊ ഇങ്ങനെ ഒരു ഇത് എക്സ് ഒരു എക്സിന് മാത്രം ശരിയാവുന്നത് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. അതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ നെഗേഷൻ there exist x p of x പറയുന്നതിന്റെ നെഗേഷൻ ട്രൂ ആണ്. അപ്പൊ അതായത് ഏതെങ്കിലും ഒരു എക്സിന് മാത്രം ബാധകമുള്ള ഒരു പ്രൊപ്പോസിഷണൽ ഫംഗ്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. ദാറ്റ് മീൻസ് ഫോർ എവറി x in universe of discourse such that എന്ത് പറയാൻ പറ്റും? negation p of x is actually that is true ആണ്. negation എല്ലാ p of x നും ഇത് false ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് false ആണ്. that means അതിന്റെ negation എടുത്തു കഴിഞ്ഞാൽ p of x false ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാത്തിലും എല്ലാ സ്റ്റേറ്റ്മെന്റിലും എന്തായിട്ട് വരും? negation ഒരു അതായത് ഏതെങ്കിലും ഒരു എക്സെങ്കിലും എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അവിടെ ഫോൾസ് ആയിട്ട് വരുന്നത്. ഇവിടെ അറ്റ്ലീസ്റ്റ് ഇതിന്റെ അർത്ഥം എന്താ? there exists at least one x in the universe of discourse such that p of x എന്ന് പറയുന്ന ട്രൂ ആയിട്ടുള്ള ഒരു എക്സും അവിടെ ഇല്ല. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ? അതായത് അതെല്ലാം ഫോൾസ് ആണ്. ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ p of x ഫോൾസ് ആണെന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ നെഗേഷൻ ട്രൂ ആണെന്നാണ് നമുക്ക് കിട്ടുന്നത്. വിച്ച് ഇംപ്ലൈസ് എന്ത് പറയാൻ പറ്റും? ഫോർ എവറി എക്സ് നെഗേഷൻ p of x is ട്രൂ ആണെന്ന് കിട്ടും. നെഗേഷൻ p of x is ട്രൂ ആണെന്ന്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡി മോർഗൻസ് ലോ ഫോർ ക്വാണ്ടിഫയേഴ്സ്. ഇനി നമ്മൾക്ക് എക്സ്പ്രസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് യൂസിങ് ക്വാണ്ടിഫയേഴ്സ് യൂസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യാം. എക്സ്പ്രസ് യൂസിങ് quantifiers. Express using quantifiers. Question എഴുതുക. ഇതില് some old dog can learn new tricks എന്നുള്ളതുണ്ട്. some old dog can learn new tricks എന്നാണെങ്കിൽ എന്ത് നമ്മൾക്ക് പറയാ? ഡോഗ് ആണെന്നുള്ളതെല്ലാം അവിടുത്തെ രണ്ടാമത്തെ വിഷയം. നമ്മൾക്ക് ചൂസ് ചെയ്യുന്ന പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് X can learn new tricks. X can learn new tricks. അപ്പൊ എന്ത് പറയാൻ പറ്റും? T of x എന്ന് പറയുന്നത് T of x means X can learn new tricks. അപ്പോൾ നമ്മൾ എന്ത് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ some old dog can learn new tricks ആണ്. അപ്പൊ ഏതോ ഒരു X എന്ന് പറയുന്നത് ഡൊമൈൻ യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് എന്തായിട്ട് നമ്മൾ ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all dogs ആയിട്ട് എടുക്കുക. all dogs ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ all old dogs ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? there exists x p of x എന്ന് പറയാൻ പറ്റും. കാരണം there exists at least one old dog such that old dog can learn new tricks. ഓക്കെ, ഇനി every bird can fly. every bird can fly എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ. നമ്മൾ എന്ത് പറയുന്നു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ് ക്യാൻ ഫ്ലൈ. എക്സ് ക്യാൻ ഫ്ലൈ എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കുക. ദിസ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് പി ഓഫ് എക്സ്. ദിസ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് പ്രൊപ്പോസിഷൻ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് എക്സ് ക്യാൻ ഫ്ലൈ ആണ്. അപ്പൊ എല്ലാ എക്സിനും നമ്മൾക്ക് എന്ത് പറയാം? എല്ലാ ബേർഡ്സിനും ഫ്ലൈ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് for every x p of x. for every x p of x. ഇനി ഇതിന്റെ നെഗേഷൻ എന്തായിരിക്കും? നെഗേഷൻ for every x p of x is equivalent to there exists x negation p of x. ഓക്കെ, ഇതായിരിക്കും ഇതിന്റെ നെഗേഷൻ വരിക. that means there is a bird who cannot fly. അതായത് ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് പറയും? ഇവിടെ ട്രൂ ആണെങ്കിൽ there is a bird x such that x can't fly. p of x പറയുന്നത് x can fly ആണ്. negation p of x means x can't fly. okay,